പുറം ലോകം അറിയാത്ത മേലുകാവിലെ ഒരു അടിപൊളി സ്ഥലം. ഇവിടെ ആരും വന്ന് ചാടാൻ ശ്രമിക്കരുത് കേട്ടോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അധികം ആരും അറിയപ്പെടാത്ത മേലുകാവിലെ ഒരു കിടിലൻ സ്പോട്ടായ കരിമ്പങ്കായത്തിലേക്കാണ് നമ്മുടെ എല്ലാവരെയും കണ്ണുകളെ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ആ അടിപൊളി കാഴ്ചകൾ കാണാം. അങ്ങോട്ട് എത്തിപ്പെടാൻ പ്രയാസം കേട്ടോ, ഹൊറർ സിനിമയിലുള്ളതുപോലെയൊക്കെയുള്ള ഒരു യാത്രയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്ന പറമ്പിക്കടി ആട്ടോ നമ്മൾ ഇറങ്ങി വന്നേ. അപ്പോൾ ഇനിയും കുറേ നമ്മൾ താഴേക്ക് നടന്നിറങ്ങി ചെല്ലണം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു തോടാണ്, നമ്മൾ ഇലവിഴാപ്പൂഞ്ചിറയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ ഈ വരുന്നത്. അപ്പോൾ കരിമ്പാങ്കയം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. അതിൽ ഇങ്ങോട്ട് വിജനമായ ഒരു സ്ഥലമാണ്. തന്നെയൊക്കെ വന്നാൽ ശരിക്കും പേടിയാവും. അല്ല, ചെറുത്താന്മാർ കാണാൻ സാധ്യതയുണ്ട്. വഴിയൊന്നും അറിയത്തില്ല കേട്ടോ, വഴിയൊക്കെ തപ്പിപ്പിടിച്ചാ പോകുന്നത്. ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പണിയാനൊക്കെ ആയിട്ട് മാത്രം അതേ ഇങ്ങോട്ട് വരുന്നത്. ആൾതാമസമൊന്നുമില്ല കേട്ടോ. നേരത്തേക്ക് ആൾതാമസം ഉള്ള സ്ഥലമായിരുന്നു. ഇതൊക്കെ ഒരു ഷെഡ്. ഇവിടെ കറണ്ടൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെ അടിച്ചു കൂടിയെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആട്ടോ ഈ ഷെഡ്. എൻ്റെ പൊന്നെ, ഇതുകൊണ്ടോ ഒരു കാപ്പിത്തോട്ടം കേട്ടോ ഇത്. എന്തായാലും ഇങ്ങോട്ട് വന്നാൽ പേടിയാവും. ശരിക്കും ഒരു ഹൊറർ സ്ഥലമാണ് ഇത്. അല്ല, താഴേക്കട നമ്മൾ ഇത് കരിമ്പാങ്കായത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ആ കാണുന്ന സ്ഥലത്തേക്കൂടെ ആട്ടോ നമ്മൾ ഇറങ്ങി വന്ന. മൊത്തം പാറക്കൂട്ടവും അതുപോലെ പഴയ കൃഷി സ്ഥലങ്ങളൊക്കെയാ. ഇപ്പൊ ഒന്നും ആരും വരാറില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുക. ആ കാണുന്ന കേട്ടോ കരിമ്പങ്കായം. ശരിക്കും ഒരു ഹൊറർ സിനിമയിലൊക്കെ നമ്മൾ കാണൂലേ, അതേ സെയിം എഫക്റ്റ് ആട്ടോ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും. ഇവിടെയൊക്കെ തെന്നി വീണാ പോയി. കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. ചെരുപ്പ് ഊരിയിട്ടിട്ട് പോവാം. പൊളി സ്ഥലമാണ്, പൊളി സ്ഥലം. ഒരു രക്ഷയില്ല. കേട്ടോ, ഈ കയം കിടക്കുന്നുണ്ട്. എന്നെ കളറാന്ന് നോക്കിയേ, ഏകദേശം ഒരു കറുത്ത ഒരു കളറാണ്. അതുകൊണ്ടായിരിക്കും ഇതിന് കരിമ്പങ്കായം എന്നൊക്കെ പറയുന്നത് കേട്ടോ. പഴയ കാലത്ത് നേരത്തെ കൂടെ ആൾക്കാർ ഇഷ്ടംപോലെ കുടിക്കാന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒന്നും ആരും ഇങ്ങോട്ട് വരാറൊന്നുമില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു ജനറേഷൻ അല്ലാത്തത് കൊണ്ടേ ചാട പൊളി കേട്ടോ, പൊളി. ഒരു രസമില്ലാട്ടോ, അടിപൊളി തണുപ്പാ. അതുകൊണ്ടാ ഈ വെള്ളം വരുന്നത് നമ്മുടെ ഇലവിഴാപ്പൂഞ്ചിറയെന്ന് വരുന്ന വെള്ളം കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ തൊടുപുഴാറ്റിലേക്കൊക്കെ ഈ വെള്ളം വരുന്നുണ്ട്. അങ്ങ് കിലോമീറ്ററുകൾ ദൂരേന്ന് ഇതുപോലെ കല്ലിൽ തട്ടി ഇട ചെറിയ തോടുകൾ ചാടിയൊക്കെ ആട്ടോ ഈ വെള്ളം വരുന്നത്. ഇത്ര നല്ല അടിപൊളി സ്ഥലമായത്. ഇത് ഇങ്ങോട്ട് വരാനൊന്നും ആരും തന്നെ ശ്രമിക്കരുത് കേട്ടോ. ഇതൊക്കെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ വരാൻ അനുകരിക്കരുത്. ആരെയും ഇങ്ങോട്ട് വരാൻ ഞാൻ പ്രേരിപ്പിക്കുകയല്ല. എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഏരിയയാണിത്. ഭീതിപ്പെടുത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മളത് കാണുമ്പോൾ തന്നെ ഉണ്ടോ ഈ എത്ര കല്ലാന്ന്. ആ കല്ലിൻ്റെ ഇടയ്ക്ക് അവിടെ എല്ലാം പോയാണ്ടല്ലോ, പിന്നെ ആളെ ബാക്കി കിട്ടുകയല്ല. അത് മഴക്കാലത്തൊക്കെ ഇത് കുത്തി ഒലിച്ച് വെള്ളം വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ താഴേക്കെന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല. അത് അങ്ങ് കിലോമീറ്ററോളം അങ്ങ് ഇതുപോലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൂടി ആട്ടോ ഈ വെള്ളം പോകുന്നത്. നല്ല ശുദ്ധമായ വെള്ളം ആട്ടോ ഇത്. എവിടെ ചെന്നാലും ഡ്രോണൊന്നും പൊക്കിലൊരു സമാധാനമാവുമല്ലോ കേട്ടോ. ഇത് മേലുകാവിലെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ.
ഇവിടെ എത്തിച്ചേരാൻ പ്രയാസമാണ്. എത്തിച്ചേർന്നാൽ നല്ല മനോഹരമായ കാഴ്ചകളുമാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ടോ ഇവിടെ ചെറിയൊരു കയവുണ്ട്. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഉണ്ടോ, എന്ന കളറാന്ന് നോക്കിയാൽ കടൽ വെള്ളത്തിൻ്റെ കളറ്. എന്നെ ശുദ്ധമായി പതഞ്ഞൊഴുകുന്ന ഈ വെള്ളമൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ചാടാൻ ഒന്ന് കൊതിക്കും. പക്ഷേ ഇവിടെ വരുന്നവരാരും ഇവിടെ ചാടാൻ ശ്രമിക്കരുത് കേട്ടോ. ഇതിന് നല്ല ആഴമുള്ളതാണ്. ഇതിൻ്റെ കല്ലും ഒക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതൊന്നും ആരും ഉപയോഗിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് വരാനൊന്നും ശ്രമിക്കരുത്. പച്ചപ്പുകൾ നിറഞ്ഞ മരങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടം കാണാനും എല്ലാവർക്കും ആകർഷിക്കാനും ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഇവിടം. ഒറ്റപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ അടുത്താരും ഒരു താമസമോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാം ആൾത്താമസമൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ശരിക്കും കണ്ടാലവർക്കും ഇതൊരു വനപ്രദേശമായിരിക്കുന്നത്. ഇത് ശരിക്കും വനപ്രദേശമൊന്നുമില്ല. രണ്ട് മലകൾക്കിടയിൽ കൂടി ഒഴുകുന്ന കരിമ്പാങ്കയത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചയാണ്. ഇതിൻ്റെ രണ്ട് സ്ഥലങ്ങളിലും നല്ല കൃഷിയിടങ്ങളൊക്കെയാണ്. ഇപ്പോൾ വല്ലപ്പോഴുമൊക്കെ ആൾക്കാരാണ് ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാറുള്ളൂ. ഈ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഇവിടെ വന്നാൽ ശരിക്കും ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത്. എന്നുവെച്ചാൽ ഈ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് എല്ലാം ഒരു പേടി തോന്നും ഇവിടെ വരുമ്പോൾ. കൂട്ടുകാരെ, ശരിക്കും ഒരു ഹൊറർ സിനിമയിൽ കാണുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടിപ്പം പ്ലേസ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ആരും താമസമൊന്നുമില്ല. പഴയ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നൊക്കെ ഇവിടെ ആൾത്താമസം വീടൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ. അതുകൊണ്ടോ ഇത് വലിയൊരു ഗവിയാണേ. വെള്ളം താഴ്ചയിലേക്ക് പോയി ചാടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അത് കാണാം. ഇവിടെ എത്തിപ്പെടാൻ പ്രയാസമാണെങ്കിലും വന്നാൽ നല്ല അടിപൊളി സ്ഥലമാണ്. നോക്കിയേ, എന്താ വെള്ളം ഒഴുകി വരും. നല്ല കണ്ണീര് പോലത്തെ വെള്ളമെല്ലാം നോക്കിയത്. ഇതിലൊക്കെ ഓസൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു വിജനമായ സ്ഥലം. അതാ ഇത് ആ പാറയുടെ ഇടുക്കുണ്ടോ, അത് ചെറിയ ഗുഹ പോലെ. അള്ള്, നാടൻ ഭാഷ പറയാണ് അള്ളെന്ന് പറയും കേട്ടോ. ശവപ്പെട്ടിക്കായ എന്ന് പറയുന്ന ഉണ്ടോ, കറക്റ്റ് ഒരു ശവക്കല്ലറയുടെ ശവപ്പെട്ടിയുടെ ഒരു ആകൃതിയല്ലേ നോക്കിയത്. ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുമല്ലേ? പ്രകൃതി അണിയിച്ചെടുക്കുന്ന ആ മനോഹരമായ കാഴ്ചകളൊക്കെ. പ്രകൃതിയിൽ വ്യത്യസ്തമായ എത്രയോ കാഴ്ചകളുണ്ടല്ലേ. നമുക്കൊക്കെ ആരും കാണാത്ത ഭാഗത്തിനുള്ള ഇഷ്ടംപോലെ കാഴ്ചകൾ, അനേകം കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകളൊക്കെ എത്ര ഭംഗിയായിരിക്കും. അപ്പോൾ കാണാനിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കാത്തതുമായ എത്രയോ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും വരാനൊരാഗ്രഹം, കാണാനും എല്ലാം ഒരു ആഗ്രഹം കാണും. പക്ഷെ നമ്മളിവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറാണ്. അപ്പോൾ കൂട്ടുകാരെ, താഴേക്കുള്ള ഇറങ്ങിപ്പോക്ക് ഓരോ മരത്തിലും ചാടി പിടിച്ച് നമ്മൾ ഇറങ്ങിപ്പോയിട്ടോ. പിന്നെ തിരിച്ചുള്ള കയറ്റം എന്ന് പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കേസല്ല. മടുത്തു. അപ്പോൾ നല്ല തൂക്കം. അതുകൊണ്ടോ ഇവിടെ എല്ലാം തോട് പോകുന്നതിൻ്റെ താഴെ കൂടി കേട്ടോ. ആ ഒച്ചയൊക്കെ കേൾക്കാം. അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.